ഹരി ഓം. ശ്രീമദ് ഭാഗവതം ഷഷ്ഠസ്കന്ധം ഷഷ്ഠോധ്യായ 28ാമത്തെ ശ്ലോകം. ഇളായ ഭൂരുഹ സർവേ യാതുധാനാശ്ച സൗരസാഹ അരിഷ്ടായാശ്ച ഗന്ധർവ കാഷ്ടായ ദിശഭേതരാഹ. ഭൂമിയിൽ മുളച്ചുണ്ടാകുന്ന പലതരം ചരങ്ങളും അചരങ്ങളുമായ പലതരം സൃഷ്ടികളുണ്ടല്ലോ. ഭഗവാന്റെ സൃഷ്ടികളാണിതെല്ലാം, ഈശ്വര സൃഷ്ടികളാണിതെല്ലാം. അപ്പോൾ അതിൻ്റെ കൂടെ ആദ്യം ശ്രേഷ്ഠ സൃഷ്ടികളെക്കുറിച്ചെല്ലാം പറഞ്ഞ് സാധാരണ ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പിന്നെ വൃക്ഷാദികളെക്കുറിച്ചും വിചിത്രമായ വേറെ സൃഷ്ടികളെക്കുറിച്ചും വിശദീകരിക്കുക. ഇളായ ഭൂരുഹ സർവേ യാതുധാനാശ്ച സൗരസാഹ അരിഷ്ടായാശ്ച ഗന്ധർവാഹ കാഷ്ടായ ദശഭേതരാഹ. ഭൂമിയിൽ മുളച്ചുണ്ടാകുന്നതായ ഭൂരുഹ വൃക്ഷാദികളെ എല്ലാം ഇളയുടെ മക്കളാണ്. ഇള യാതുധാനന്മാർ, അതായത് അത് എപ്പോഴും അറിയാം, യാതുധാനാധിപ രാവണനെ വിളിക്കുന്നത് രാക്ഷസന്മാർ എല്ലാവരും സുരസാപുത്രന്മാർ, സുരസയുടെ പുത്രന്മാരാണ്. ഗന്ധർവന്മാർ അരിഷ്ടയുടെയും സന്താനങ്ങളാണ്. പിന്നെ ഒറ്റക്കുളമ്പുള്ള കുതിര മുതലായ മൃഗങ്ങൾ കാഷ്ടയുടെ മക്കളാണ്. സുത ധനോരകേ ഷഷ്ടി ധനോരേക സുത ധനോരേക ഷഷ്ടി തേഷാം പ്രാധാനിക്കാൻ ശൃണു. അവിടെ നിർത്തേണ്ടത് സുത ധനോരേക ഷഷ്ടിഹി എന്ന് പറഞ്ഞ് നിർത്തുക. അവിടെ ഒരു വിസർഗം കൊടുക്കുക, ഏകഹ എന്നുള്ളത്. മനസ്സിലായില്ലേ? ധനോരേക ഷഷ്ടി, ആ ഷഷ്ടി വരെ, എന്നിട്ട് പിന്നെ സായങ്ങ് വെട്ടിക്കളയുക. സുത ധനോരേക ഷഷ്ടി, പിന്നെ തേഷാം പ്രാധാനിക്കാൻ ശൃണു, കേൾക്കുക. ദ്വിമൂർധ ശംബരോരിഷ്ടോ ഹയഗ്രീവോ വിഭാവസോ അയോമുഖ ശങ്കുശിര സ്വർഭാനു കപിലോരുണഃ പുലോമ വൃഷപർവാച ഏകചക്രോനുതാപന. ഈ രാഹു അങ്ങനെയുള്ള നമ്മൾ പറയുന്ന ഗ്രഹങ്ങളില്ലേ, അവയുടെ എല്ലാ സൃഷ്ടിയെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. ധൂമ്രകേശോ വിരൂപാക്ഷോ വിപ്രജിത്തിശ്ച ദുർജയ സ്വർഭാനോ സുപ്രഭാം കന്യാം, അവിടെ കന്യാം നാക്കുക. പിന്നെ ഉവാഹ നമുജിക്കില, അതായത് ധനു. ആദ്യത്തെ ശ്ലോകം, 3 ശ്ലോകങ്ങൾ ഒന്നിച്ചാണ്. സുതാ ധനോരേക ഷഷ്ടി, ധനുവിന് 61 പുത്രന്മാർ. ഏകഷഷ്ടി, ഷഷ്ടി എന്ന് പറഞ്ഞാൽ 60. ഏകഷഷ്ടി എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ കൂടിയത്, ഷഷ്ടിയുടെ കൂടെ ഒന്നും കൂടെ കൂട്ടി ഏകഷഷ്ടി. ഷഷ്ടിഹി ധനോരേക ഷഷ്ടി. ധനുവിന് 61 പുത്രന്മാരുണ്ട്. അവരിൽ പ്രധാനന്മാരായിട്ടുള്ളവരെ പറ്റി കേട്ടുകൊള്ളുക. ദ്വിമൂർധാവ് ശംബരൻ, അരിഷ്ടൻ, ഹയഗ്രീവൻ, വിഭാവസു, അയോമുഖൻ, ശങ്കുശിരസ്, സ്വർഭാനു, കപിലൻ, അരുണൻ, പുലോമാവ്, വൃഷപർവാവ്, പിന്നെന്തായിരുന്നു ഒരെണ്ണം, ഏകചക്രൻ. അവിടെ ഏകചക്ര എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, ഏകചക്ര അനുതാപനഹ എന്ന് എഴുതിയിട്ടുണ്ട്. ഏകചക്രൻ. പിന്നെ അനുതാപൻ, ധൂമ്രകേശൻ, വിരൂപാക്ഷൻ, വിപ്രചിത്തി, ദുർജയൻ. ഇപ്പം ഞാൻ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് പുസ്തകത്തിൽ അത് അടയാളപ്പെടുത്താം. പിന്നെ ഇവരാണ് ശ്രേഷ്ഠന്മാരായിട്ടുള്ളവർ. സ്വർഭാനു അവന് സുപ്രഭ എന്നു പേരായ ഒരു കന്യകയെ, സ്വർഭാനുവിൻ്റെ മകളാണ് സുപ്രഭ എന്നു പേരായ കന്യകയെ നമുജി വിവാഹം കഴിച്ചു. നമുജി സുപ്രഭയെ വിവാഹം കഴിച്ചു. ഇത് പറഞ്ഞ് കേട്ട് പോയാൽ മാത്രം മതി. നമ്മൾക്ക് യാതൊരു ബന്ധവുമില്ലാത്ത ഭഗവാന്റെ സൃഷ്ടികളെക്കുറിച്ച് പറയുമ്പോൾ വാചാലനായിട്ട് പറയുന്നതേ ഉള്ളൂ. അത് ഒക്കെ സിംബോളിക്കാണ് കേട്ടോ. അതറിയാം നമുക്ക്. വ്യാഴത്തിൻ്റെ കഥയൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും. വ്യാഴം, ബൃഹസ്പതി ഒക്കെ. വൃഷപർവണ ഒന്നും തിരുത്താനില്ലല്ലോ അല്ലേ? നോക്കാവേ. സുത ധനോരേക ഷഷ്ടി വരെ നിർത്താം. പിന്നെ തേഷാം പ്രാധാനിക്കാൻ ശൃണു, കേൾക്കുക. ദ്വിമൂർധ ശംബരോരിഷ്ടോ ഹയഗ്രീവോ വിഭാവസു അയോമുഖ ശങ്കുശിരാഹ, അവിടെ നിർത്തുക. സ്വർഭാനു കപിലോരുണ
പുലോമ വൃഷപർവാച ഏകചക്രോനുതാപന ധൂമ്രകേശോ വിരൂപാക്ഷോ വിപ്രചിത്തിശ്ച ദുർജയ സ്വർഭാനോ സുപ്രഭാം കന്യാം. പിന്നെ ഉവാച നമുജിക്കില്ല, തീർന്നു. വൃഷപർവണസ്തു ശർമ്മിഷ്ഠാം, അവിടെ നിർത്തുക. യയാതിർനാഹുഷോ ബലി, യയാതിർനാഹുഷോ ബലി വൈശ്വാനരസുതായാശ്ച, അവിടെ നിർത്തുക. ചതുസ്ര ചാരുദർശനാഹ, ചതുസ്രയല്ല ചതസ്ര സ്രായാണത്, ശ്രായല്ല സ. ചതസ്ര ചാരുദർശന. ഉപദാനവീ ഹയശിര പുലോമാ കാലകാ തഥാ ഉപദാനവീം ഹിരണ്യാക്ഷ ക്രതുർഹയശിരാം നൃപ പുലോമാം കാലകാം ചദ്വേ വൈശ്വാനരസുതേതുകഃ ഉപയേമേധ ഭഗവാൻ കശ്യപോ ബ്രഹ്മചോദിതഃ. വൃഷപർവാവിൻ്റെ പുത്രിയായ ശർമ്മിഷ്ഠയെ നല്ല ആരോഗ്യവും എല്ലാം കൊണ്ടും ശ്രേഷ്ഠനുമായിട്ടുള്ള നഹുഷപുത്രനുമായ യയാതി കല്യാണം കഴിച്ചു, വിവാഹം ചെയ്തു. അതായത് നഹുഷപുത്രൻ ആയ യയാതി വൃഷപർവാവിൻ്റെ പുത്രിയായ ശർമ്മിഷ്ഠയെ യയാതി വിവാഹം ചെയ്തു. ആ ധനുപുത്രനായ വൈശ്വാനരന് സുന്ദരിമാരായ 4 കന്യകമാരുണ്ടായി. വൈശ്വാനരന് അവരുടെ പേരാണ് ഉപദാനവി, ഹയശിരസ്, പുലോമാ, കാലക. നീട്ടാണതെല്ലാം സ്ത്രീലിംഗമായുണ്ട്. പുത്രിമാരാ കാലക, പുലോമ എന്ന അവർക്ക് പേര്. ധനുപുത്രനായ വൈശ്വാനരന് സുന്ദരിമാരായ 4 കന്യകമാർ. ഉപദാനവി എന്നും ഹയശിരസ് എന്നും പുലോമ എന്നും കാലക എന്നുമാണ് അവരുടെ പേരുകൾ. ഉപദാനവയെ ഹിരണ്യാക്ഷനും ഹയശിരസിനെ ക്രതുവും വിവാഹം ചെയ്തു. ചില്ലറയല്ല പ്രയാസപ്പെട്ടിരിക്കുന്നതിൽ എല്ലാം കൂടെ കണക്ട് ചെയ്യേണ്ട. ഈ പേരുകൾ കണക്ട് ചെയ്യണം, അതിൻ്റെ കൂട്ടത്തിൽ കഥ മുഴുവൻ ഉണ്ടാക്കണം. ഈ കഥകൾ വേറെ അനുബന്ധ കഥകളായിട്ട് വരും. അപ്പോഴൊക്കെ ഇതിന് ബന്ധം നോക്കി വെച്ചാൽ ഒരു തെറ്റുമില്ലെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എഴുതിയിരിക്കുന്നതിനകത്ത് യാതൊരു മിസ്റ്റേക്കുകളും ഇല്ലെന്ന് നമുക്ക് പക്ഷേ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. വിവാഹം ചെയ്തു. ഹയശിരസിനെ ക്രതുവും വിവാഹം ചെയ്തു. ഹിരണ്യാക്ഷൻ ഉപദാനവിയെയും വിവാഹം ചെയ്തു. പുലോമ, കാലക ഈ 2 പേരെ ബ്രഹ്മാവിൻ്റെ പ്രേരണ നിമിത്തം കശ്യപ പ്രജാപതി വിവാഹം ചെയ്തു. കശ്യപിന് ഒരുപാട് ഭാര്യമാരുണ്ട്. അതിനകത്താണല്ലോ അതിഥിയൊക്കെ പെടുന്നത്. പിന്നെ ഭിന്നത്തെയും കദ്രു ഒക്കെ ഉണ്ട് അതിനകത്ത്, കശ്യപൻ്റെ കശ്യപൻ്റെ ഭാര്യമാരായിട്ട്. അപ്പോൾ അതിനകത്ത് എല്ലാം തന്നെ വായിച്ചു. നമുക്ക് അതിനകത്ത് പുത്രിമാരെ വിവാഹം ചെയ്ത കാര്യം മാത്രം മതി, അതിനകത്ത് വേറെ ഒന്നുമില്ല പറഞ്ഞിട്ടില്ല. പൗലോമ കാലകേയാശ്ച ദാനവ യുദ്ധശാലിനഃ തയോ 60 സഹസ്രാണി യജ്ഞഘ്നാംസ്തേ പിതുഃ പിതാ ജഘാന സ്വർഗതോ രാജൻ ഏക ഇന്ദ്രപ്രിയങ്കര. രാജൻ എഴുതുക, എന്നിട്ട് പിന്നെ എന്നെ എന്നുള്ളത് വെട്ടിയിട്ട് ഏക എന്നാക്കുക. അത് മാത്രമേ തിരുത്താനുള്ളൂ. രാജൻ എന്ന് നിർത്തുക. ഏക ഇന്ദ്രപ്രിയങ്കര. ഈ പുലോമാവിൻ്റെ പുത്രന്മാരാണ് യുദ്ധത്തിൽ ഭയങ്കര പരാക്രമികളായ കാലകേയന്മാരെന്നൊരു കൂട്ടരുണ്ട്, പേരുള്ള ദാനവന്മാർ. അവരെ 60,000 പേരുണ്ട്. നിവാതകവചന്മാരെന്നാണ് അവരെ വിളിച്ചു വരുന്നത്. ഒരു പ്രത്യേക വിഭാഗമായിരുന്നു അത്രേ. ദേവഭോഗ്യങ്ങളായ സകല യാഗങ്ങളെയും മുടക്കും അവർ. ദേവന്മാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ യാഗങ്ങളെയും മുടക്കുന്ന അവരെ ഇന്ദ്രൻ്റെ അപേക്ഷ പ്രകാരം പരീക്ഷത്തിനോട് അവിടെ പറയുന്നത്, പരീക്ഷത്തെ അങ്ങയുടെ പിതാമഹൻ ആയ അർജുനൻ സ്വർഗത്തിൽ ചെന്ന് ഏകനായി വധിച്ചു. ഒറ്റയ്ക്ക് അവിടെ സ്വർഗത്തിൽ ചെന്ന് ദേവേന്ദ്ര സന്നിധിയിൽ ചെന്ന് ഈ ദേവേന്ദ്രൻ്റെ ആവശ്യപ്രകാരം പ്രാർത്ഥന കൊണ്ട് ഈ നിവാത കവചന്മാരെന്ന് വിളിച്ചു വരുന്നത് അവർ യാഗം മുടക്കുന്നവരാണ്. അപ്പോൾ അവരെ വധിച്ചു. ഏകനായിട്ട് അർജുനൻ വധിച്ചു. വിപ്രചിത്തി സിംഹികായാം 100 ചൈക്യം അജീജനത്. ഏകമാണ് ചൈക്യമായത് കേട്ടോ. രാഹു ജ്യേഷ്ഠം കേതു 100, അവിടെ നിർത്തുക. ഗ്രഹത്വം ഉപാഗത. വിപ്രചിത്തി സിംഹികായാം. വിപ്രചിത്തി സിംഹിക എന്ന ഭാര്യയിൽ, വിപ്രചിത്തി എന്ന് പറഞ്ഞ ഒരു പുരുഷനാണ്, സിംഹിക ഒരു സ്ത്രീയുമാണ്. വിപ്രചിത്തി സിംഹികയെ വിവാഹം കഴിച്ചു. ആ ഭാര്യയിൽ 101 പേര് ഉണ്ടായി. അവരുടെ പേരെന്താ? മൂത്തപുത്രന് രാഹുവെന്നും ബാക്കി 100 പേർക്ക് കേതുക്കൾ എന്നും പേരുള്ളത്. രാഹുവും കേതു
അവരൊക്കെ ഒന്നിച്ച് പേരിടുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. കാരണം ഒന്നിച്ചുള്ള നക്ഷത്രങ്ങളാണ് അതൊക്കെ. അതായത് ഗ്രഹങ്ങൾ നമ്മൾ പറയത്തില്ല, ഗ്രഹനില നോക്കുമ്പോൾ കേതുവും രാഹുവും ഒക്കെ നിൽക്കുന്ന അത് തന്നെയാണ് ഇത് കേട്ടോ, അത് തന്നെയാണ്. അപ്പോൾ ചന്ദ്രനും ഒക്കെ ഇവിടെ വരുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ്. രാഹുവും ഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ചേർന്നവരാകുന്നു. അഥാത ശ്രൂയതാം വംശോ യോതിതേരനുപൂർവശഃ എത്ര നാരായണോ ദേവ സ്വാംശേന അവതരത് വിഭു. സ്വാംശേന അവതരത് വിഭു. അഥാത പിന്നീട്, അനന്തരം എന്നൊക്കെ പറയാം. അതിഥിയുടെ വംശത്തിൽ ക്രമത്തിൽ അനുപൂർവശഃ ക്രമമായിട്ട് ശ്രൂയതാം കേൾക്കുക. യാതൊരുത്തിയിൽ ദേവഹ നാരായണ ദേവനായ നാരായണൻ സ്വാംശേന തൻ്റെ അംശത്താൽ അവതരിച്ചു. അതായത് അതിഥിയുടെ വംശക്രമം കേട്ടുകൊള്ളുക. അതിഥിയുടെ ദേവകാര്യം സാധിക്കാനായിട്ട് സമർത്ഥനായ നാരായണൻ, ശ്രീനാരായണൻ ഹരി തന്നെ സ്വാംശത്താൽ വാമനൻ എന്ന പേരോടുകൂടി അവതരിച്ചു. അതിഥിയുടെ പുത്രനായിട്ട് കശ്യപനിൽ ആരാ ഉണ്ടായത്? വാമനൻ. അതാണ് ഭഗവാന്റെ കൃത്യമായിട്ടുള്ള അവതരിച്ചു എന്ന് പറയുന്നുണ്ട്. വിവസ്വാൻ അര്യമാ പൂഷ ത്വഷ്ടാധ സവിതാ ഭഗഃ ധാതാ വിധാതാ വരുണോ മിത്ര ശക്ര ഉരുക്രമഃ. വായിക്കാൻ തിരുത്താനൊന്നുമില്ല, പറഞ്ഞു പോകാവുന്നേ ഉള്ളൂ. വിവസ്വാന് അര്യമാവ്, പൂഷാവ്, ത്വഷ്ടാവ്, സവിതാവ്, ഭഗഃ ധാതാവ്, വിധാതാവ്, വരുണൻ, മിത്രൻ, ശക്രൻ, ഉരുക്രമൻ. ഇതൊക്കെ പേരുകളാണ്. ഇവർ 12 ആദിത്യന്മാർ. 12 ആദിത്യന്മാർ ഒരുമിച്ച് ഉദിച്ചുയരുന്ന പോലെ എന്ന് പറയുന്നുണ്ടല്ലോ. ആ 12 ആദിത്യന്മാരുടെ പേരുകളാണ് ഇവിടെ പറഞ്ഞത്. നമ്മൾ ആദിത്യ ഹൃദയ മന്ത്രത്തിനകത്ത് ഈ പേരുകളൊക്കെ വരാറുണ്ട്. വിവസ്വത ശ്രാദ്ധദേവം സജ്ഞാസൂയത വൈ മനും മിഥുനം ച മഹാഭാഗ യമം ദേവം യമീം തഥാ സൈവ ഭൂത്വാഥ ബഡവ നാസത്യൗ സുഷുവേ ഭുവി. ചിലപ്പോൾ ഈ ശ്ലോകം അടുത്തതിനകത്തായിരിക്കും ചില പുസ്തകങ്ങളിൽ വന്നിരിക്കുന്നത്. ഇതിനകത്ത് 40ാമത്തെ ശ്ലോകത്തിൽ 3 പാദങ്ങളായിട്ട് 3 വരികളുണ്ട്. വിവസ്വത ശ്രാദ്ധദേവം സജ്ഞാസൂയത വൈമനും മിഥുനം ച മഹാഭാഗായമം ദേവം യമീം തഥാ സൈവ ഭൂത്വാഥ ബഡവ നാസത്യൗ സുഷുവേ ഭുവി. വിവസ്വാൻ്റെ ഭാര്യയായ സജ്ഞാദേവി എന്ന ആൾ ശ്രാദ്ധദേവൻ എന്നു പേരായ മനുവിനെയും ദേവനായ യമനെയും ഭൂലോകത്തിൽ നദീരൂപേണ പ്രവഹിക്കുന്ന യമുന എന്ന ദേവിയെയും ജനിപ്പിച്ചു. അതുകൊണ്ടാണ് ഈ യമൻ്റെ പുത്രിയാണ് യമുന എന്ന് പറയുന്നത്. യമുന യമദേവൻ്റെ പുത്രിയാണ്. പിന്നെ അവൾ ഭൂമിയിൽ പെൺകുതിരയുടെ രൂപം കൊണ്ട് നാസത്യന്മാരെ എന്നുകൂടി പേരുള്ള അശ്വിനി കുമാരന്മാരെയും ജനിപ്പിച്ചു. അതായത് വിവാസുവാൻ്റെ ഭാര്യയാണ് സപ്ഞാദേവി. സപ്ഞാദേവി എന്നവൾ ശ്രാദ്ധദേവൻ എന്നു പേരായ മനുവിനെയും, ശ്രാദ്ധദേവൻ എന്ന് പറഞ്ഞൊരു മനുവിനും പേരുണ്ട്. ഓരോ മനുവിൻ്റെ കാലത്ത് ഒരു മന്വന്തരത്തിലും ആ മനുവിന് പേരുണ്ട്. സ്വയംഭൂവനുമാണ് നമ്മുടെ ഇപ്പോഴത്തെ മനു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഭൂലോകത്തിൽ നദീരൂപേണ ഉള്ള ഒരു നദിയായ യമുനയെ ജനിപ്പിച്ചു. കാലൻ്റെ പുത്രിയായിട്ട് വിവസ്വാൻ്റെ സപ്ഞാദേവിയിൽ എന്നാണ് പറയുന്നത്. ഛായ ശനൈശ്ചരം ലേഭേ സാവർണിം ച മനും തതഃ കന്യാം ച തപതീം യാ വൈ. അവിടം വരെ. വൗറേ സംവരണം പതിം. ഛായ എന്നു പേരായ സൂര്യൻ്റെ ഭാര്യ ആണ് ഛായ. നിഴൽ ഭാര്യയല്ലേ ഛായയിലാണ് കർദമൻ്റെയൊക്കെ കാര്യം പറയുന്നത്. ഛായ എന്നു പേരായ സൂര്യ ഭാര്യ ശനൈശ്ചരനെയും സാവർണി മനുവിനെയും തപതി എന്നു പേരായ കന്യകയും തപിക്കുന്നവൾ കന്യകയും ജനിപ്പിച്ചു. ആ കന്യക സംവരണനെ ഭർത്താവായി സ്വീകരിച്ചു. അരിയംനോ മാതൃകാപത്നി തയോശ്ചർഷണയ സുതാഹ എത്ര വൈ മാനുഷീ ജാതിർബ്രഹ്മണ ചോപകൽപ്പിത എന്ന് വായിച്ചാൽ മതി. അരിയംനോ മാതൃകാപത്നി. അര്യമാവിൻ്റെ ഭാര്യയാണ് മാതൃക കേട്ടോ. പത്നി അര്യംണ പത്നി മാതൃക. അര്യംണാവിൻ്റെ പത്നി മാതൃക. അവരുടെ പുത്രന്മാർ കഴിഞ്ഞതും കഴിയുവാൻ പോകുന്നതും അറിവുള്ള ചർഷിണികൾ ആകുന്നു. ചർഷിണി എന്നാണ് പറയുന്നത്. കഴിഞ്ഞു പോയതിനെക്കുറിച്ചും പിന്നെ വരാൻ പോകുന്നതിനെക്കുറിച്ചും അറിയുന്നവരാകുന്നു. അവരിൽ ബ്രഹ്മദേവൻ മനുഷ്യജാതിയെ ഉദ്ഭവിപ്പിച്ചു.
ഇപ്പോൾ ഇത് എഴുതി വെച്ചോണം. ഈ ശ്ലോകത്തിലാണ് മനുഷ്യജാതി ഉണ്ടായ കാര്യം. മറ്റേതെല്ലാം വേറെ ഓരോന്നായിരുന്നല്ലോ. അപ്പോൾ ഇത് മനുഷ്യജാതിയെ ഉദ്ഭവിപ്പിച്ചത് എന്നാണ്. അര്യം നോ മാതൃകാ പത്നി തയോശ്ചർഷണയ സുതാഹ യഥാ വൈ മാനുഷീ ജാതിർ. അവിടെ നിർത്തുക. ബ്രഹ്മണ ച ഉപകൽപ്പിത. അരിയമാവിൻ്റെ ഭാര്യ മാതൃക. അവരുടെ പുത്രന്മാർ കഴിഞ്ഞതും കഴിയുവാൻ പോകുന്നതും അറിവുള്ള ചർഷണികളാകുന്നു. അവരിൽ ബ്രഹ്മദേവൻ മനുഷ്യജാതിയെ ഉത്ഭവിച്ചു. ഈ ചർഷണികളിൽ ആണ് ബ്രഹ്മദേവൻ മനുഷ്യജാതിയെ ഉണ്ടാക്കിയത്. അവരുടെ സഹായത്തോടു കൂടിയാണ്, ചർഷണികളുടെ സഹായത്തോടു കൂടി. ചർഷണികൾ ആരാണ്? അരിയമാവിൻ്റെയും മാതൃകയുടെയും മക്കളാണ് ഈ ചർഷണികൾ. അരിയമാവിൻ്റെയും മാതൃകയുടെയും അവരുടെ അവരുടെ പരമ്പരയിലാണ് ചർഷണികൾ എന്ന് പറയുന്നത്. ആ ചർഷണികളിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആര്? ബ്രഹ്മാവ്. പൂഷാനപത്യപിഷ്ടാദോ ഭഗ്നദന്തോ ഭവത്പുര യോസൗ ദക്ഷായ കുപിതം ജഹാസ വിവൃത ദ്വിജ. ഒന്നും തിരുത്താനില്ല. ഭഗ്നദന്തോ ഭവത്പുര അതൊന്നിച്ച് വായിച്ചാൽ മതി. ഇപ്പോൾ പൂഷാവിന് സന്താനങ്ങളില്ല. ആ ദേവന് ദന്തങ്ങളില്ലാതെ വന്നതിന് അരച്ചതിനെ ഭക്ഷിക്കുന്നത്, പല്ലില്ലാത്തതുകൊണ്ട് പൊടി പോലുള്ളത് കുഴച്ച് തിന്നാനേ പറ്റുള്ളൂ. കടിച്ച് പറിച്ച് തിന്നുന്ന കാര്യം പൂഷാവിന് പറ്റില്ല. ദക്ഷൻ്റെ നേരെ ക്രോധിച്ച മഹാദേവൻ നേരെ പല്ലുകൾ പ്രകാശിപ്പിച്ചു, ചിരിച്ചു. അവിടെ ദക്ഷയാഗത്തിൻ്റെ സമയത്ത് ദക്ഷൻ യാഗം നടത്തിക്കൊണ്ടിരുന്നപ്പം ഇരുന്ന സമയത്ത് സതീദേവി ദേഹത്യാഗം ചെയ്തല്ലോ. അപ്പോഴുണ്ടായ ഭൂതഗണങ്ങളുമായിട്ടുള്ള വഴക്കും ഒക്കെ ഉണ്ടായപ്പോൾ ഈ പൂഷാവെന്ന് പറഞ്ഞ ആൾ അവിടെ നിന്ന് ചിരിച്ചു. അത്രേ. ആ ചിരിച്ചതിനെ കൊണ്ടാണ് ദന്തഹീനനായിപ്പോയത്. ചിരിച്ചപ്പോൾ ആ പല്ല് കാണല്ലോ കാണുന്ന ചിരിക്കുമ്പോൾ, അതുകൊണ്ട് പല്ലില്ലാത്തവനായിപ്പോയി. ആ ചരിത്രം ഇതിനു മുമ്പ് പറഞ്ഞതിനെ ഓർമ്മിച്ചു കൊള്ളുക എന്നൊന്ന് സൂചിപ്പിച്ചും പോകുന്നുണ്ട്. ത്വഷ്ടുർ ദൈത്യാനുജ ഭാര്യ രചന നാമ കന്യക സന്നിവേശസ്തയോർ ജജ്ഞേ. അവിടം വരെയുണ്ട്. ജജ്ഞേ വരെയാണ് വായിക്കേണ്ടത്. സന്നിവേശസ്തയോർ ജജ്ഞേ വിശ്വരൂപശ്ച വീര്യവാൻ. ത്വഷ്ടാവിൻ്റെ ഭാര്യ ദൈത്യയുടെ അനുജയായ എന്നുവെച്ചാൽ സഹോദരിയായ രചന എന്നു പേരുള്ള കന്യകയാണ് ത്വഷ്ടാവിൻ്റെ ഭാര്യ രചന. അവരിൽ സന്നിവേശൻ എന്ന വീര്യവാനായ വിശ്വരൂപൻ എന്നു പേരുള്ള 2 പുത്രന്മാരുണ്ടായി. ആരാ? സന്നിവേശനും വിശ്വരൂപനും. ഒന്നും ഓർത്തിരിക്കേണ്ട, അതൊക്കെ നിങ്ങൾ വായിച്ചു വിട്ടാൽ മതി. തം വവ്രിരേ സുരഗണ സ്വശ്രീയം ദുഷതാമപി വിമതേന പരിത്യക്ത ഗുരുണാങ്കിരസേന യത്. ശത്രുക്കളായ ദൈത്യന്മാരുടെ സഹോദരിയുടെ പുത്രനായിരിക്കുന്ന വിശ്വരൂപനെ കുറച്ച് നാളത്തേക്ക് ദേവന്മാരുടെ പുരോഹിതനായിട്ട് ഭരിച്ചു. അവർ സ്വീകരിച്ചു. ആ ദേവന്മാരാൽ അപമാനിക്കപ്പെട്ടതുകൊണ്ട് ദേവാചാര്യനായ ബൃഹസ്പതി ദേവന്മാരെ പൗരോഹിത്യം ഉപേക്ഷിച്ച് പോയി. ബൃഹസ്പതി എന്ന് പറഞ്ഞാൽ വ്യാഴ ഗ്രഹത്തിനെയാണ് ബൃഹസ്പതി എന്ന് പറയുന്നത്. ആ കാലത്ത് ദേവന്മാർ വിശ്വരൂപനെയാണ് പുരോഹിതനായി സ്വീകരിച്ചത്. നമുക്ക് കഥകളിൽ പലതും കേട്ട് മനസ്സിലാക്കിയവരുണ്ട് വിശ്വരൂപൻ്റെ കഥയൊക്കെ. അപ്പോൾ അദ്ദേഹം ദയാനവൻ അമ്മ ഭാഗത്ത് നിന്ന് അസുരനുമാണ്, അച്ഛൻ ഭാഗത്ത് നിന്ന് ബ്രാഹ്മണനുമാണ്. അങ്ങനെ ഉള്ളൊരു കഥ പറയുന്നുണ്ട്. അതിപ്പോൾ വായിക്കാൻ പഠിക്കുക. തം വവ്രിരേ സുരഗണ സ്വശ്രീയം ദുഷതാമപി വിമതേന പരിത്യക്ത ഗുരുണ അങ്കിരസേന യത്. ശത്രുക്കളായ ദൈത്യന്മാരുടെ സഹോദരീ പുത്രനായിരിക്കുന്ന ആ വിശ്വരൂപനെ ദേവന്മാർ പുരോഹിതനായിട്ടൊരിക്കൽ സ്വീകരിക്കുകയുണ്ടായി. ആ ദേവന്മാരാൽ അപമാനിക്കപ്പെട്ടതുകൊണ്ട് ദേവൻ ഗുരുവായ ബൃഹസ്പതി അവരെ വിട്ടുപോയി. അപ്പോൾ ആചാര്യൻ ഇല്ലാതെ വന്നതുകൊണ്ട് വിശ്വരൂപനെ കുറച്ച് നാളത്തേക്ക് ഇവിടെ ദേവന്മാർ പുരോഹിതനായി സ്വീകരിച്ച് വെച്ചതാണ്. അത്രയുള്ളത്. 45 ശ്ലോകങ്ങളുണ്ട്. ഹരി ഓം. ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ഷഷ്ഠസ്കന്ധേ രൂപനിരൂപണ പ്രകരണേ ദക്ഷകന്യാ പ്രസാദ നിരൂപണം നാമ ഷഷ്ഠോധ്യായഃ. ഹരി ഓം.